പാലക്കാട് തിരഞ്ഞെടുപ്പിലെ ജനവിധിയെക്കുറിച്ചുള്ള 3 വീഡിയോകളുടെ അവസാനത്തെ വീഡിയോ ആണ് ഇത്. ഈ 3 വീഡിയോകൾ 1 BJPയുടെ സാധ്യതകൾ, 2 CPMൻ്റെ സാധ്യതകൾ, 3 കോൺഗ്രസിൻ്റെ സാധ്യതകൾ. ഇത് കോൺഗ്രസിൻ്റെ സാധ്യതകൾ, കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാധ്യതകൾ, വെല്ലുവിളികൾ, ഒരു റിയലിസ്റ്റിക് പിക്ചർ. എന്താണ് വോട്ടെടുപ്പ് കഴിഞ്ഞ സമയം, വോട്ടെടുപ്പ് കഴിഞ്ഞു, പ്രതീക്ഷിച്ച പോളിംഗ് ഒന്നും ഉണ്ടായില്ല. ഈ വലിയ ആവേശമുണ്ടായി എന്നത് ശരിയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ. പക്ഷേ ഈ ആവേശമൊന്നും തന്നെ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അന്തിമ കണക്കിൽ, വോട്ടർ കണക്കിൽ അത് കാണുന്നില്ല. അതുകൊണ്ട് 3 മുന്നണികളും ഒരു പരിധിവരെ നിരാശയിലാണ്. പക്ഷേ ആരും തന്നെ ആ നിരാശ പ്രകടമാക്കുന്നില്ല. ഇവിടെ പോളിംഗ് ശതമാനത്തിൽ വന്ന ചെറിയ കുറവ്, അത് ആരെയാണ് ബാധിക്കുന്നത്? എനിക്ക് തോന്നുന്നു പോളിംഗ് ശതമാനത്തിൽ പൊതുവേ മുൻകാലങ്ങളിൽ കുറവ് വരുമ്പോൾ പൊതുവെ ഒരു സേയിങ് ഉണ്ട്, അത് UDFനെയാണ് ദോഷകരമായി ബാധിക്കുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസിനെ. കാരണം അതൊരു കോൺഗ്രസ് ഒരു കേഡർ പാർട്ടിയല്ല. UDFലെ ഒരു കക്ഷിയും, ഒരു പക്ഷേ മുസ്ലിം ലീഗ് ഒഴിച്ച് ഒരു കക്ഷിയും ആ രീതിയിലുള്ള കേഡർ സംവിധാനമുള്ള കക്ഷികളല്ല. അതുകൊണ്ടൊരു മാസ് ഹിസ്റ്റീരിയയുടെ അടിസ്ഥാനത്തിൽ വന്ന് വോട്ട് ചെയ്തങ്ങ് പോവുകയാണ്. അതുകൊണ്ട് സംവിധായകരെ അധികം പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള മെനക്കെടാറില്ല. പലപ്പോഴും കോൺഗ്രസ് വോട്ടുകൾ മരവിപ്പിക്കപ്പെടാറുമുണ്ട്. പക്ഷേ പിന്നീട് നടന്ന ഈ അടുത്ത കാലത്തൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കുറയുമ്പോഴും കോൺഗ്രസും UDFും ജയിച്ചു വരുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പോളിംഗ് ശതമാനം വെച്ച് മാത്രം ഒരു വിലയിരുത്തൽ അസാധ്യമാണ്. എന്നിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിന് സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ആദ്യം മുതൽ തന്നെ ഇത്. കാരണം സിറ്റിംഗ് സീറ്റാണ്, അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ്, ഷാഫി പറമ്പിൽ എന്ന ജനകീയനായ സ്ഥാനാർത്ഥിയുടെ സിറ്റിംഗ് സീറ്റ്. പക്ഷേ ഷാഫി പറമ്പിലല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. ഷാഫി പറമ്പിൽ വിവാദങ്ങളിൽ നിന്നൊക്കെ ഏറെ അകന്നു നിന്നയാളാണ്. ഒരുപക്ഷെ അദ്ദേഹം വടകരയിൽ MP ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞത് മുതലാണ് വലിയ തോതിൽ അദ്ദേഹം ഒരു വിവാദത്തിലേക്ക് വരുന്നത്. കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം ഒന്നും മറക്കുന്നില്ല. എന്നാൽ പോലും അദ്ദേഹത്തെ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഒരു പരിധിവരെ അദ്ദേഹം വിവാദങ്ങളുടെ തോഴനായി ഇപ്പോൾ മാറിയിരിക്കുന്നു ഷാഫി പറമ്പിൽ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപാട് വിവാദങ്ങളിൽ പെട്ടയാളാണ്. അദ്ദേഹം KSU സംസ്ഥാന പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു രീതി തന്നെ, അല്ലെങ്കിൽ ആ കാല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണിപ്പോൾ, അത് ആ രീതിയിൽ തന്നെ വരുത്തിയ ചില മാറ്റങ്ങൾ, ആ രീതിയിൽ വരുത്തിയ വോട്ടർ ക്രമക്കേട് ഉൾപ്പെടെ ആരോപിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥാനാർത്ഥി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാൻ കേരള മുഖത്തെ പക്ഷേ നമുക്ക് തുച്ഛീകരിച്ച് കാണാനാവില്ല. ചാനൽ ചർച്ചകളിലൂടെയും മറ്റും കേരള സമൂഹത്തിന്, കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തു പോലും ഒരു മുഖപരിചയമുള്ള, ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ സ്ഥാനാർത്ഥി, യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിറങ്ങിയത് മുതൽ ഫയർ ഫൈറ്റിംഗ് ആയിരുന്നു. അവിടെ സ്വന്തം സംഘടനയുടെ പാലക്കാട് ഘടകം, പാലക്കാട് ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി K മുരളീധരനായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നു. മുരളീധരൻ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തന്നെ പെട്ടി വിവാദം വരുന്നു. അദ്ദേഹം പണപ്പെട്ടിയുമായി വോട്ടർമാരെ സ്വാധീനിക്കാൻ രാത്രിയുടെ മറവിൽ കടന്നു വന്നു എന്നും. പക്ഷേ അത് ബൂമറാങ് ചെയ്യുന്ന ഒരു കാഴ്ചയും പിന്നീട് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഒരു റോളർ കോസ്റ്റർ റൈഡായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. ആദ്യം മന്ദഗതിയിൽ തുടങ്ങി, പിന്നീട് പല പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് അവസാന റൗണ്ടിൽ വളരെ വലിയ മുന്നേറ്റം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ കാഴ്ചവെച്ചു എന്ന് തന്നെയാണ് കാണാവുന്നത്. ഏത് ത്രികോണ മത്സരത്തിലും അവസാന നിമിഷം സംഭവിക്കുന്ന ഒരു പോളറൈസേഷൻ, ഒരു ധ്രുവീകരണം, ആ ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഒരുപക്ഷെ BJP വേഴ്സസ് കോൺഗ്രസ്, അല്ലെങ്കിൽ NDA മുന്നണി വേഴ്സസ് കേരളത്തിലെ UDF സംവിധാനം എന്ന രീതിയിലേക്ക് വരുന്നു. കാരണം BJP വിരുദ്ധതയാണ് UDFും LDFും ഒരുപോലെ പറയുന്നത്. കാരണം BJPക്ക് സാധ്യത ഏറെ കൽപ്പിക്കപ്പെടുന്നൊരു മണ്ഡലം കൂടിയാണല്ലോ പാലക്കാട്. അങ്ങനെയെങ്കിൽ BJP സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണകുമാറിനെ പരാജയപ്പെടുത്താൻ നല്ലത് സരിൻ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണോ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണോ എന്നതാണ് ഇവിടെ ചോദ്യം. പക്ഷേ BJPയെ കേന്ദ്രതലത്തിൽ എതിർക്കുന്ന, BJPക്കെതിരെ ഒരിക്കൽ പോലും സന്ധി ചെയ്യാത്ത, BJPയുടെ ഒപ്പം ഒരിക്കൽ പോലും ഭരണം പങ്കിടാത്ത ഒരു ചരിത്ര റെക്കോർഡുള്ള ഏക പാർട്ടി കോൺഗ്രസ് ആണല്ലോ. മറ്റ് പല പാർട്ടികൾക്കും ഒളിഞ്ഞും തെളിഞ്ഞും പല രീതിയിൽ ഘടകകക്ഷികൾക്കുൾപ്പെടെ മാറിയും മറിഞ്ഞും ചാഞ്ഞും ചെരിഞ്ഞും BJPയുടെ ബാന്ധവം ഉണ്ടായിട്ടുണ്ട് ചരിത്രപരമായി. അത് പ്രത്യേക സാഹചര്യത്തിലായിരിക്കാം, പക്ഷേ അതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് ഇവിടെ ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ ഷാഫി പറമ്പിൽ മാറി ഭൂരിപക്ഷ സമുദായത്തിലെ, ഹിന്ദു സമുദായത്തിൽ നിന്ന് വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, പ്രത്യേകിച്ച് മണ്ഡലത്തിൽ നിന്നും മാറി കിടക്കുന്ന
അടൂരിനടുത്ത് താമസിക്കുന്ന പത്തനംതിട്ട ജില്ലക്കാരനായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടൻ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുക എന്നൊരാശങ്കയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രചരണം ഗംഭീരമായി. സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അവർ തമ്മിലുള്ള അടിസ്ഥാനപരമായ പടലപിണക്കങ്ങളെല്ലാം മാറ്റിവെച്ച് പാലക്കാട് സജീവമാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അവസാനം കെ മുരളീധരൻ പോലും വളരെ സജീവമായി വന്നു. പക്ഷേ ഇവിടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്നത് സന്ദീപ് വാര്യരുടെ കടന്നുവരവാണ്. അതെങ്ങനെയാണ് അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയസാധ്യതയെ ബാധിക്കുന്നത് എന്ന് നോക്കിയാൽ പ്രഥമ ദൃഷ്ടിയ BJPയിൽ നിന്ന് ഒരു നേതാവ് അടർത്തി വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു കൗതുകമാണ്, ഒരു വാർത്തയാണ്. കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ BJPയിലേക്ക് പോകുന്നത് വാർത്തയല്ല. ശ്രീ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലും ശ്രീ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും എല്ലാം BJPയിലേക്ക് പോയി. ചിലരൊക്കെ രക്ഷപ്പെട്ടു, ചിലരൊക്കെ പെരുവഴിയിലായി. അതൊക്കെ ചരിത്ര സത്യങ്ങൾ, അതൊക്കെ പിന്നീട് താൽക്കാലിക വണ്ടറാണ്. പക്ഷേ അത്യപൂർവമായി മാത്രമേ BJPയിൽ നിന്നും ഒരു നേതാവ്, സാമാന്യം തലയെടുപ്പുള്ള ഒരു യുവ നേതാവ് കോൺഗ്രസിലേക്ക് വരുന്നത്. അങ്ങനെ വന്ന സന്ദീപ് വാര്യർ BJP വോട്ടുകൾ കൊണ്ടുവരുമോ? അദ്ദേഹത്തിൻ്റെ അമ്മ പ്രതിദാനം ചെയ്യുന്ന മൂത്താൻ സമുദായം പാലക്കാട് മണ്ഡലത്തിൽ വളരെ പ്രബലമാണ്. 15,000 വോട്ടുകളെങ്കിലും ഉണ്ട് മൂത്താൻ സമുദായത്തിന്. ആ വോട്ടുകളുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും ശ്രീ സന്ദീപ് വാര്യരിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെട്ടിയിൽ വീഴുമോ എന്ന ചോദ്യമാണ് ആദ്യം ഉയർന്നത്. പക്ഷേ പിന്നീട് കണ്ടത് മറ്റൊരു കാഴ്ചയാണ്. മൂത്താൻ സമുദായം മാത്രമല്ല, BJP അനുകൂലമായ പല വിഭാഗങ്ങളും ചിതറി നിന്ന പലരും വളരെ മന്ദഗതിയിലായിരുന്ന BJPയുടെ സംഘടനാ സംവിധാനം അവസാന നിമിഷങ്ങളിൽ ഉണർന്നു പ്രവർത്തിച്ചു. തങ്ങളിൽ ഒരുവനെ മറ്റൊരു വിഭാഗം റാഞ്ചിക്കൊണ്ടുപോയി. തങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയ കൂടെയുള്ളവാൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി BJPക്കുള്ളിൽ പടൽപിണക്കങ്ങളുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ചിലർക്ക് ചെറിയ നീരസങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മറന്നുകൊണ്ട് അവസാന നിമിഷം BJP സംഘടനാ സംവിധാനം ഉണർന്നെണീറ്റു. അതൊക്കെ മുകളിലാണ് RSSൻ്റെ ചിട്ടയായ പ്രവർത്തനം. അതെല്ലാം അവസാന നിമിഷങ്ങളിൽ പാലക്കാട് കണ്ടു. പൊതുവേ സൈലൻ്റായിരുന്നു. കാടിളക്കിയുള്ള പ്രചരണമായിരുന്നില്ല ശ്രീ കൃഷ്ണകുമാറിൻ്റേത്. പൊതുവേ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരൊക്കെ മത്സരിച്ചപ്പോൾ കാടിളക്കിയുള്ള പ്രചരണം നമ്മൾ കണ്ടതാണ്. അതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ BJPയുടെ പ്രചരണം കാടിളക്കിയുള്ളതായിരുന്നില്ല. വളരെ സൈലൻ്റ് ഒരു പ്രചരണമാണ്. ആ പ്രചരണം എങ്ങനെയാണ് യേശുന്നത് എന്നതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ BJPയും കോൺഗ്രസും തമ്മിൽ, രാഹുൽ മാങ്കൂട്ടത്തിലും C കൃഷ്ണകുമാറും തമ്മിൽ നേരിട്ടുള്ള മത്സരത്തിൻ്റെ ഫീൽഡിലേക്ക് അവസാന ഘട്ടത്തിൽ വരുമ്പോൾ അതാരെ തുണയ്ക്കും? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വരേണ്ട ഘടകങ്ങൾ ഷാഫി പറമ്പിലിൻ്റെ പൂർണ്ണ പിന്തുണയാണ്. അതുമാത്രമല്ല, ഷാഫി പറമ്പിലിന് അനുകൂലമായി ഉണ്ടായിരുന്ന മുസ്ലിം വോട്ടുകൾ 22% ആ മണ്ഡലത്തിലെ 22% സംവിധായകർ മുസ്ലിങ്ങളാണ്. ആ മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായാൽ അത് തീർച്ചയായും ഒരു വലിയ വിജയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവാം. പക്ഷേ ശ്രീ സന്ദീപ് വാര്യർ അകത്ത് വരുമ്പോൾ കുറച്ച് മുസ്ലിങ്ങളെങ്കിലും പിണങ്ങുമോ എന്നതൊരു ചോദ്യമാണ്. അതിനുള്ള വഴി ഒരുക്കിയത് പരസ്യ വിവാദത്തിലൂടെ CPM 2 പത്രങ്ങളിൽ, മുസ്ലിം ദിനപത്രങ്ങളിൽ, മുസ്ലിങ്ങൾക്ക് വലിയ റീഡർഷിപ്പുള്ള ദിനപത്രങ്ങളിൽ പരസ്യം നൽകുക വഴി, അത് അനുമതിയില്ലാതെ നൽകിയ പരസ്യമാണ് എന്ന് വെളിയിൽ വന്നപ്പോൾ പുലിവാലി പിടിക്കുന്ന കാഴ്ചയും കണ്ടു. അതൊരു പക്ഷേ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാധ്യതകളെ ബാധിക്കുന്നത് അത് നോക്കിക്കാണേണ്ട കാര്യമാണ്. പൊതുവിൽ ഉണ്ടായ ഒരു ചിത്രം, 3 സ്ഥാനാർത്ഥികൾക്കും കളങ്കങ്ങളുണ്ട്, 3 സ്ഥാനാർത്ഥികളുടെ ഭാഗത്തും പോരായ്മകളുണ്ടായി, 3 സ്ഥാനാർത്ഥികളും ഒരു സമയത്തല്ലെങ്കിൽ മറ്റൊരു സമയത്ത് വെട്ടിലായി. പല കാരണങ്ങളാൽ 3 മുന്നണികളും ഒരുപോലെ പ്രതിരോധത്തിലായി. അടിയും തിരിച്ചടിയും, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊത്തും കോളും വെച്ചുള്ള വർത്തമാനവും പ്രചരണവും എല്ലാം തന്നെ ആ രംഗം കൊഴുപ്പിച്ചു. പാലക്കാട് മത്സര രംഗം വളരെ ആകർഷകമാക്കി. പക്ഷേ ഇവിടെ ചർച്ച ചെയ്തത് പാലക്കാടിൻ്റെ അടിസ്ഥാന വിഷയങ്ങളാണോ അതോ പടലപിണക്കങ്ങളാണോ? അപ്പോൾ ട്രിവിയൽ ഇഷ്യൂസ് ഓരോ ദിവസം എന്ന നിലയിൽ ആമിട്ടുകൾ പൊട്ടുകയായിരുന്നു പാലക്കാട്. അതെങ്ങനെയാണ് അവസാനം ഏത് സ്ഥാനാർത്ഥിയാണ് സഹായിക്കുന്നത്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സാധ്യതകളെക്കുറിച്ചായിരുന്നു ഈ സംസാരം. എൻ്റെ ഒരു ചിന്ത, ഇടതുപക്ഷ സ്ഥാനാർത്ഥി ശ്രീ സരിൻ ആദ്യം കൗതുകം ജനിപ്പിച്ചു, കുറേയൊക്കെ ആശ്ചര്യം ജനിപ്പിച്ചു, വലിയ രീതിയിലുള്ള ചൗടൽമായ പ്രവർത്തനം നടത്തി. പക്ഷേ ആ സ്ഥാനാർത്ഥിക്ക് വിജയിച്ചു വരാൻ തക്ക ഒരു അടിസ്ഥാന ബലം പാലക്കാട് നഗരസഭയിലില്ല. പാലക്കാട് നഗരസഭയിൽ മുന്നേറ്റം നടത്താൻ കഴിയുന്ന, അവിടെയാണ് 60 മുതൽ 70% വരെ വോട്ട്. നഗരസഭയിൽ മേധാവിത്വം 2 കക്ഷികൾക്കാണ്, BJPക്കും കോൺഗ്രസിനുമാണ്. അവിടെ തന്നെ BJPക്ക് തന്നെയാണ് എഡ്ജുള്ളത് നഗരസഭയിൽ. പക്ഷേ ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ കോൺഗ്രസും CPMും, പിരായിരി ഗ്രാമത്തിൽ കോൺഗ്രസിന് മേൽക്കൈ, അവിടെ BJP 3-ാം സ്ഥാനത്താണ്, പിന്നീടുള്ള CPM ആണ്. പക്ഷേ മറ്റ് 2 കണ്ണാടി ഗ്രാമപഞ്ചായത്തും
അതുപോലെ മാത്തൂർ ഗ്രാമപഞ്ചായത്തും മാത്രമാണ് CPM-ന് അല്പമെങ്കിലും സ്വാധീനമുള്ള സ്ഥലങ്ങൾ. ഈ 2 പഞ്ചായത്ത് മാത്രം നൽകുന്ന പിൻബലത്തിൽ ശ്രീ പി സരിനെ വിജയിപ്പിച്ചെടുക്കാൻ CPM-ന് കഴിയുമോ എന്ന ന്യായമായ സംശയമുണ്ട്. അതുകൊണ്ട് പാലക്കാട് നഗരമണ്ഡലങ്ങളിലും 3 പഞ്ചായത്തുകളിലും സാമാന്യ സ്വാധീനമുള്ള കോൺഗ്രസിനെ ആദ്യ ഘട്ടത്തിൽ തന്നെ മറ്റ് ഫാക്ടേഴ്സ് എല്ലാം മാറ്റി നിർത്തിയാൽ തന്നെ കോൺഗ്രസിന് ചെറിയൊരു സ്വാധീനമുണ്ട്. ഇനി 3 സ്ഥാനാർത്ഥികളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. കാരണം ഒരു പാൻ കേരള ഇമേജ് ഉള്ളത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കൃഷ്ണകുമാർ ഒരു ലോക്കൽ പ്ലെയറാണ്. പി സരിനെക്കുറിച്ച് നമ്മൾ ഏറെ കേട്ടു തുടങ്ങുന്നത് തന്നെ വളരെ വൈകിയാണ്. അദ്ദേഹം നേരത്തെ മത്സരിച്ചു എങ്കിൽ പോലും, അദ്ദേഹം ഒറ്റപ്പാലത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മുൻപ് മത്സരിച്ചിട്ടുള്ളതാണ് എങ്കിൽ പോലും ഒരു പാൻ കേരള ഇമേജ് ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട് അദ്ദേഹം CPM-നോടൊപ്പം ഓരം ചേർന്ന് നിന്ന് സ്ഥാനാർത്ഥിയായപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിച്ചു വരികയും സി കൃഷ്ണകുമാർ 2ാം സ്ഥാനത്തെത്തുകയും പി സരിൻ ഏറെ പിന്നോട്ട് പോവുകയും ചെയ്താൽ ഞാൻ അത്ഭുതപ്പെടില്ല.